ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു തമിഴ് മൂവിയാണ്. ലവർ എന്നാണ് മൂവിയുടെ പേര്. പ്രഭു ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മണികണ്ഠൻ, ഇപ്പോൾ തന്നെ ശ്രീ ഗൗരിപ്രിയ തുടങ്ങിയ പ്രധാന കാസ്റ്റിംഗ് ആവുന്നുള്ളത്. ശ്രീ ഗൗരിപ്രിയ പുതുമുഖ നടിയാന്ന് തോന്നുന്നു. മണികണ്ഠനെ കുറിച്ച് ഞാൻ പറയുന്നത് നമുക്കറിയാം, ജെബിയും ഗുഡ് നൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നമ്മൾ ഞെട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിൽ നിന്നും എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത നമുക്ക് എന്താ ചിത്രത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലവർ കാണാൻ തീരുമാനിച്ച് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ലവർ ഇപ്പോൾ ലഭ്യമായിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലവറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലവർ എന്ന് പറയുന്ന വ്യക്തി രണ്ടുപേരും പരസ്പരം ലവർ തന്നെയാണ്. എങ്കിൽ പോലും ഈ പൊസസീവ്നെസ് അതുപോലെ തന്നെ ടോക്സിക് ലവ് എന്നൊക്കെ പറഞ്ഞതുപോലെ ടോക്സിക് റിലേഷൻഷിപ്പ്, എന്താ പറയുക, നിഷ്പ്രശ്നമായ ലവ് എന്നൊക്കെ പറയാൻ ആശ്രയിച്ചിരിക്കും ചിത്രത്തെക്കുറിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവുക. കാരണം രണ്ട് വ്യക്തികൾ രണ്ട് ആംഗിളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചും ദിവ്യയുടെയും അതുപോലെ തന്നെ നമ്മുടെ കഥാനായകൻ്റെ പേര് അരുണിൻ്റെയും പ്രണയമാണ്. ഏകദേശം 6 വർഷത്തെ പ്രണയം പിന്നീട് ബ്രേക്കപ്പ് ആവുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അവർ കണ്ടുമുട്ടുക, വീണ്ടും ആ പ്രണയം അവരിൽ ഉണ്ടാവും എന്നൊക്കെയാണ് ചിത്രത്തിലായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. അത്രമാത്രം കാണുന്ന പ്രേക്ഷകനെ കൺവിൻസിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഓരോരുത്തരും മൈൻഡ് പോലെ അടിക്കും. കാരണം ലവിൻ്റെ പല പല നെഗറ്റീവ് ആംഗിൾ ചിന്തിച്ച് കാണിക്കുന്നുണ്ട് ചിത്രം. അതുകൊണ്ട് ലവർ അത്രമാത്രം ഒരു ഇമ്പ്രസീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ഉത്തരം പറയാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പല പല ആംഗിൾ തന്നെയാണ്. കാരണം ഈ ടോക്സിക് റിലേഷൻഷിപ്പ്, അതായത് നിഷ്പക്ഷമായ ഒരു പ്രണയം ഏതൊരു വ്യക്തിയിലും ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏകദേശം ഒരു 16-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രണയം, അവൻ്റെ ആംഗിളിൽ എങ്ങനെയും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ചു വളർന്നുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ. കാരണം വേറെ സ്വപ്നം ആ സമയത്ത് ആദ്യത്തെ പ്രണയം എന്ന് പറയുമ്പോൾ ദിവ്യ പ്രണയം എന്ന് പറഞ്ഞപ്പോഴേക്കാൾ വളരെ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രണയം തോന്നുന്ന ആ പെൺകുട്ടി എങ്ങനെ കല്യാണം കഴിക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും മുന്നോട്ട് നല്ല ജോലി നേടുന്നതൊക്കെ. പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് സാധാരണ ഒരു ചെറുപ്പക്കാരെന്ന് പറഞ്ഞ പോലെ വേറെ ചിന്തയിലേക്ക് വഴിവിട്ട് പോകുന്നു. കാരണം ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം, കാരണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കഥയിലും പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമ്മളിൽ നമ്മുടെ നായകനെ കുറിച്ച് പറയുമ്പോൾ നായകന് എപ്പോഴും എന്താ പറയുക, സംശയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, നീ എന്താ പറയാണ്ട് പോയി എന്നുള്ള ചിന്താഗതി തന്നെയാണ്. പക്ഷേ നമ്മുടെ നായകനോട് പറ്റിക്കുകയാണോ, അതോ അവളെ കൈവിട്ട് പോവോ, അതോ തന്നെ പറ്റിക്കപ്പെടുന്നുള്ള ചിന്തയിലൂടെ നടക്കുന്ന നായകനും. അതുപോലെ തന്നെ നായകയുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലമായിട്ട് പ്രണയിച്ചിട്ടും അവനെന്നെ വിശ്വാസമില്ലേ, എപ്പോഴും വഴക്കാണെന്നുള്ള ചിന്താഗതി തന്നെയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട വേളയിൽ അല്ലെങ്കിൽ ഒരു നായകൻ തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നായകനോട് പറഞ്ഞു പോകും. അത് നമ്മളും ഓരോ വ്യക്തിയാണെങ്കിലും എന്താ പ്രണയിനോട് പറഞ്ഞു പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഈ മദ്യപിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും പല പല കാര്യങ്ങളും ഒക്കെ ഒരു പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ സഹായം പറയുന്നു. പക്ഷെ അവരുടെ ലൈഫിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത്, ഇമോഷണലായിട്ട് കണ്ടു ചെയ്യുന്ന സമയത്ത് നായക ഈ ചോദ്യം അവനോട് ചോദിക്കുന്നു. പിന്നീട് അവിടുന്ന് ബ്രേക്കപ്പ് ആവുന്നു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഇഷ്ടപ്പെടുന്നു, പിന്നെ ബ്രേക്കപ്പ് ആവുന്നു, വീണ്ടും ഒന്നിക്കുന്നു, വീണ്ടും പ്രണയം, വീണ്ടും ഇഷ്ടപ്പെടുന്നു, ബ്രേക്കപ്പ് ആവുന്നു, വീണ്ടും ഒന്നിക്കുന്നു. ഇത് തന്നെയാണ് തുടക്കം തൊട്ട് കൊടുക്കും വരെയും മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രണ്ട് വ്യക്തികളുടെ ആംഗിളിലാണ്, അരുളും അതുപോലെ ദിവ്യയുടെ ആംഗിൾ തന്നെയാണ്. ദിവ്യയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ഹൈയിൽ ജീവിക്കുന്നൊരു പെൺകുട്ടി, അതുപോലെ തന്നെ അവളുടെ ലൈഫിലേക്ക് പുതിയൊരു റൂംമേറ്റ് കടന്നു വരുന്നു. അതായത് നമ്മുടെ അരുണിനോട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അവൻ പറയുന്നുണ്ട് നീ അവൻ്റെ കൂടെ നടക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്നു. പിന്നെ അവരുടെ കസിൻസിൻ്റെ കൂടെ പുറത്ത് പോകുന്നു ദിവ്യ. അതൊക്കെ അവൻ അങ്ങോട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. കാരണം ഒന്നും പറയാതെ ചെയ്യുന്നു പറയുമ്പോൾ. അപ്പോൾ ഇവൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ കടന്നു വരുന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ അവസാനത്തെ കുറച്ച് സീൻസൊക്കെ ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. കാരണം പല പല ഭയങ്ങൾ നമ്മളിതിലൊരാളെയും കുറ്റപ്പെടുത്താൻ കഴിയാത്തൊരു വിധത്തിലുള്ള ചിത്രം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവനെ തേച്ചില്ലെങ്കിൽ അവൻ അവളെ തേച്ചെന്നല്ല. കാരണം ഒരിക്കലും ഒത്തുപോകാത്ത അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിള്ളൽ വീട് കഴിഞ്ഞാൽ എത്ര പരിശുദ്ധമാണെങ്കിലും അത് തിരിച്ചു കിട്ടില്ല. കാരണം ആത്മാർത്ഥ പണിയാണെങ്കിൽ പോലും ഒരു സംശയം എന്ന് പറഞ്ഞ് അതോ അല്ലെങ്കിൽ ഒരു തോന്നലോ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്ക് അത് വലുതായി മാറിയിട്ട് വീണ്ടും ഒന്നിക്കാൻ ശ്രമിച്ചാൽ പോലും ആ പഴയൊരു ഇഷ്ടം ഉണ്ടാവില്ല എന്നാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോഴും വീണ്ടും അവരിൽ ഇഷ്ടം ഉണ്ടാവുമെന്ന ചോദ്യത്തോട് ചോദിച്ചിട്ടാണ് ചിത്രം അവസാനിക്കുന്നു. ഇതിലെടുത്ത് പറയാനുള്ളത് ഡയറക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ മികച്ച രീതിയിലാണ് ഡയറക്റ്റിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രകടനം മണികണ്ഠനും, അതുപോലെ തന്നെ ഇതിൽ ശ്രീ ഗൗരിപ്രിയ എന്നും ഒരു പുതുമുഖ നടിയാണെന്ന് തോന്നിപ്പിക്കുക മികച്ച രീതിയിൽ തന്നെയാണ് ആ പെൺകുട്ടി ചെയ്തിട്ടുള്ള ചിത്രത്തിൽ അത് ഗംഭീരമായി തന്നെ അവതരിപ്പിച്ചു. കൺവിൻസിങ് തന്നെയാണ്. ബാക്കിയുള്ള ഓരോ വ്യക്തികളാണെങ്കിൽ പോലും പാട്ടുകളും സന്ദർഭത്തിനനുസരിച്ചുള്ള പാട്ടുകൾ തന്നെയായിരുന്നു. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ
സ്റ്റോറി തന്നെയാണ്. അതായത് തിരക്കഥ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട്, കാരണം കാണുന്ന പ്രേക്ഷകൻ കൺവെർട്ട് ചെയ്യാൻ ഒരു പക്ഷേ സാധിച്ചെന്ന് വരില്ല. കാരണം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ തിരക്കഥ ലെങ്തി കൂടിയ പോലെ തോന്നി. അതുപോലെ തന്നെ ഒന്നും തന്നെ 2 ആംഗിൾ കൂടി തന്നെയാണ് പോകുന്നത്. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. കാരണം ലവിനെ ഭയങ്കര നെഗറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ആരും പക്ഷം ഒന്നും പിടിക്കുന്നില്ല. കാരണം അവൻ നല്ലവളെന്നോ അവൻ നല്ലവനെന്നൊന്നും ആരും പറയുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ തിരക്കഥ തന്നെയാണ് ഏറ്റവും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ലവറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഏവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ലവർ തോന്നിയിട്ടുള്ളത്. അതേ ഒരു അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരും. കാത്തിരിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.